മുഹബത്തിൻ പട്ടുറുമാൽ. രചന ഫൗസിയ നൗഷാദ്. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഫൈസൽ സി എൻ നൂഞ്ഞേരി. അവൻ പറഞ്ഞു കേട്ട് ഞാൻ ചോദ്യഭാവത്തിൽ അവനെ നോക്കി. അതേടോ, ഹാരി നീയും പ്രണയത്തിലായിരുന്നല്ലേ? ഇന്ന് രാവിലെ ഫിറോസിനോട് എല്ലാം പറഞ്ഞു. പേടിക്കണ്ട, അതിൻ്റെ പേരിൽ ഒരിക്കലും ഞാൻ നിന്നെ നോവിക്കില്ല പെണ്ണെ. കാരണം അത്രയ്ക്ക് ഇഷ്ടം എനിക്ക് തന്നെ. എല്ലാം ഞാൻ അറിഞ്ഞപ്പോഴേക്കും വൈകിപ്പോയി. പടച്ചോൻ്റെ കിതാബിൽ എനിക്കായുള്ള ഹൂറി നീയാണ് മേസ. അതാ നിന്നെ എനിക്ക് കിട്ടിയത്. നിനക്കെന്നെ ഒട്ടും ഇഷ്ടമല്ലേടി? അൻഷിഫ് ചോദിച്ചു. ഞാൻ അവനെ നോക്കിയതല്ലാതെ ഒന്നും പറഞ്ഞില്ല. നിനക്കെന്നെ ഇഷ്ടമായിരുന്നെന്നാണ് ഞാൻ കരുതിയത്. മറ്റൊരാളെ നിനക്ക് ഇഷ്ടമാണെന്ന് നേരത്തെ എന്നെ അറിയിച്ചിരുന്നെങ്കിൽ എന്നേ ഞാൻ നിന്നെ എൻ്റെ മനസ്സിൽ നിന്നും മായ്ച്ചു കളഞ്ഞേനെ. പക്ഷെ വൈകിപ്പോയി. കോളേജ് കാലത്ത് എല്ലാവർക്കും സംഭവിക്കുന്നതാണോ ഇതൊക്കെ? പതിയെല്ലാം ശരിയാവും. ഞാൻ നിന്നെ കുറ്റം പറയുന്നില്ല. പക്ഷെ ഒന്ന് ഞാൻ പറയാം. സ്വമനസാലെ നീ എനിക്ക് നിന്നെ തരുന്നവരെ ശാരീരികമായ ഒരു ബന്ധത്തിന് നിന്നെ ഞാൻ നിർബന്ധിക്കുന്ന മേസ. എന്നെ പൂർണ്ണമായി സ്നേഹിക്കുന്നവരെ ഞാൻ നിനക്കായി കാത്തിരിക്കാം, എത്ര നാൾ വേണേലും. അവൻ ബെഡ്ഷീറ്റും തലയിണും എടുത്ത് താഴെ വിരിച്ചു. എന്താ ഇക്ക ഇത്? ഞാൻ താഴെ കിടന്നോളാം മേസ. വേണ്ട ഇക്ക, മുകളിൽ കിടന്നു. അതിൻ്റെ ആവശ്യമില്ല. സാരല്ലടോ, താൻ കിടന്നോ. അൻഷിഫ് പായ വിരിച്ച് താഴെ കിടന്നു. ഞാൻ എന്ത് ചെയ്യണമെന്നറിയാതെ നിന്നു. പിന്നെ അൻഷിഫിൻ്റെ അടുത്തായി ഒരു തലയിണ വെച്ച് ഞാനും കിടന്നു. ഇനി മുതൽ ഞാൻ അൻഷുക്കാന്ന് വിളിക്കാം. മഹർ ചാർത്തിയ പുരുഷൻ, അതായത് എൻ്റെ ഭർത്താവ്. അദ്ദേഹം താഴെ കിടക്കുമ്പോൾ നമ്മൾ മുകളിൽ കിടന്നാൽ അത് മര്യാദകേടാണ്. അതും എന്നെ ഇത്രയും സ്നേഹിക്കുന്ന ഒരാളോട് ഞാൻ എങ്ങനെയാ? ശരിയാണ്, ഹാരിയെ നഷ്ടപ്പെട്ടിലുള്ള വിഷമം ഉള്ളിൽ നല്ലപോലെയുണ്ട്. പക്ഷെ ഇനി അത് പറ്റില്ല. എത്ര വിഷമമുണ്ടെങ്കിലും അത് ഉള്ളിലൊതുക്കി അൻഷുക്കായെ സ്നേഹിച്ച് അദ്ദേഹത്തിൻ്റെ പെണ്ണായി കഴിയണം. കഴിഞ്ഞേ പറ്റൂ. അൻഷിഫ് അവൾ അടുത്തു വന്നറിഞ്ഞു. പക്ഷെ അത് കൂട്ടാക്കാതെ അവൻ തിരിഞ്ഞു കിടന്നു. വേണ്ട, അവൾ എന്നെ സ്നേഹിക്കുന്നവരെ ഞാൻ കാത്തിരുന്നേ പറ്റൂ. ഫൗസി അങ്ങനെ ഇരുന്നപ്പോഴാണ് ഇജാസിന്റെ കോൾ വന്ന്. ആരാണെന്ന് മനസ്സിലായോ? ആഷിക്കായിട്ടുള്ള ബന്ധം വീട്ടിലറിഞ്ഞപ്പോൾ ഉപ്പ നമ്മൾ പെണ്ണ് കാണാൻ ഒരാളെ കൊണ്ടുവന്നില്ലായിരുന്നോ? ഒരു എഞ്ചിനീയർ, നമ്മുടെ ഇജാസിക്ക. പുള്ളിക്കാരനോട് അന്ന് നമ്മളെല്ലാം തുറന്നു പറഞ്ഞുകൊണ്ടല്ലേ സ്വയം പിന്മാറി നമ്മളെ സഹായിച്ച്. അതിനുശേഷം 2-3 പ്രാവശ്യം വിളിച്ചിരുന്നു. ഇപ്പോഴാണ് പിന്നെ വിളിക്കുന്നത്. ഞാൻ കോൾ അറ്റൻഡ് ചെയ്തു. ഹലോ ഡിയർ ഫൗസിക്കുട്ടി, എവിടാണോ? ഒരനക്കമില്ലല്ലോ. ഇജാസിക്കാൻ്റെ വക ഒരു പഞ്ചാര ഡയലോഗ്. ഡിയർ ഫൗസിക്കുട്ടിയോ? ആഷിക്ക കേൾക്കണ്ട, നിന്നെ അവിടെ നിന്ന് തല്ലും. ആ ഇജാസിക്ക, നമ്മൾ ഇവിടെ തന്നെയുണ്ട്. ഇക്കാൻ്റെ അനക്കല്ലേ ഇല്ലാത്ത? ഞാൻ ബിസിയായി പോടോ, ജോലിയും കാര്യങ്ങളായിട്ട്. വലിയ തിരക്കാ, ശ്വാസം വിടാൻ സമയം കിട്ടണ്ടേ. നിനക്ക് സുഖാണോടി? ഓ സുഖാണല്ലോ ഇക്ക. ഇക്കാക്കോ? ആ വളരെ സുഖം. അല്ല ഇക്ക, കല്യാണാലോചനയ്ക്ക് എവിടെ വരെയായി? അതിവിടെ വീട്ടുകാർ തകൃതിയായി നടത്തുന്നുണ്ട്. നമുക്ക് ആരും ഇഷ്ടപ്പെടുന്നില്ല. അതെന്തേ? എനിക്ക് ചേർന്നൊരു പെൺകുട്ടീനെ കിട്ടണ്ടേ? അതായത് ഫൗസീനെ പോലെ ഒരു കാന്താരി പെണ്ണിനെ. ഇതുവരെ കിട്ടിയില്ലേ? ഇല്ലെന്നേ, അതിനുവേണ്ടിയുള്ള തെരച്ചിലാണ്. ഉടനെ കിട്ടും, ഞാൻ പ്രാർത്ഥിക്കാം. ആ പിന്നെ നിന്റെ ആഷിക്കെന്ന് പറയുന്നു? എല്ലാവരും പോലെ മലയാളം പറയുന്നു. ഓ, പെണ്ണിൻ്റെ ഒരു ഓഞ്ഞ തമാശ. കാര്യം പറയടി. ആഷിക്കാക്ക് സുഖാണല്ലോ? നിങ്ങളുടെ വീട്ടുകാർക്ക് യോജിച്ചോ? ആ എപ്പോഴേ. 2 വീട്ടുകാർക്ക് എല്ലാം അറിയാം. ഒരു ഇഷ്ടക്കേടുമില്ല. പറഞ്ഞു വെച്ചേക്കുവാണ്, പഠിത്തം കഴിഞ്ഞാൽ നിക്കാഹ്. ആഹാ, സന്തോഷമായില്ലേ ഫൗസിക്കുട്ടിക്ക്? പിന്നില്ലാതെ ഒരുപാട് സന്തോഷമായിക്കാ. ആ പിന്നെ വെക്കേഷനായിട്ട് എന്താ പരിപാടി? നമുക്ക് എന്ത് പരിപാടി? വീട്ടിൽ പോസ്റ്റ്, പിന്നെ വല്ലപ്പോഴും ആഷിക്ക് എവിടെയും കൊണ്ടുപോകും. വീട്ടുകാരൊന്നും പറയില്ലേ? എന്തിന്? ഞങ്ങൾ ഒരിക്കലും പരിധി വിട്ടൊന്നും ചെയ്യില്ലെന്ന് ഞങ്ങളുടെ 2ആളുടെയും വീട്ടുകാർക്കറിയാം. പിന്നെ ബന്ധം ഉറപ്പിച്ച് വെച്ച് ഞങ്ങൾ ഒന്ന് ഒരുമിച്ച് പുറത്തു പോകുന്ന വലിയ തെറ്റൊന്നുമില്ലല്ലോ, ആണോ? ഏയ് ഒരിക്കലും അല്ല. പിന്നെ ഫൗസിയെ പോലെ നല്ല കുട്ടി കിട്ടിയ ആഷി ഭാഗ്യവാനാ. ലൈഫ് കളറായി. 2നും അരപ്പിരി പണ്ടേ പോയതാണല്ലോ. അത് ശരിയാ, അതുകൊണ്ടല്ലേ ഞങ്ങൾ സെറ്റായത്. ഈനാം ബീച്ചിക്ക് മരപ്പെട്ടി കൂട്ടുന്ന് കേട്ടിട്ടില്ലേ? അതെ അതെ, ആ പഴഞ്ചൊല്ലി എത്ര ശരിയാ. അങ്ങനെ ഇജാസിക്കെ ഞാനും കുറേ നേരം സംസാരിച്ചു. ആഷിയാണെങ്കിൽ കുറേ നേരമായി ഫൗസിയെ വിളിക്കുന്നു. ബിസി. എത്ര നേരം കൊണ്ട് ബിസി? ഇവിടുന്ന് ആരെയാണോ വിളിക്കുന്നത്? ഇജാസ് കോള് കട്ടാക്കിയപ്പോഴാണ് ആഷിയുടെ കോൾ വന്നത്. ഞാൻ വേഗം അറ്റൻഡ് ചെയ്തു. ഹലോ, നീ ഏതാണടി വിളിക്കുന്നത്? ഏതാണ്ട് 1 മണിക്കൂറായി നിന്നെ ട്രൈ ചെയ്യാണ്. ആഷി കരിപ്പായി. ആഹാ, തൃപ്തിയായി. നല്ല ഉഗ്രം തെറി. ഇന്നത്തെ ദിവസം പോയി കിട്ടി. അത് ഇക്കൂസെ ഇജാസിക്ക് വിളിക്കായിരുന്നു. അതാരാ? ഓ, അന്ന് നിന്നെ പെണ്ണ് കാണാൻ വന്നവൻ അല്ലേ? അതെ അതെ. എന്നിട്ട് എന്താ ഇത്ര നേരം സംസാരിച്ചേ? ഓനെന്താ പറഞ്ഞേ? അതൊക്കെ എന്തിനാ നീ അറിയുന്നേ? ഞാൻ ആഷിയെ കരിപ്പാക്കാൻ മനഃപൂർവ്വം പറഞ്ഞ കേട്ടോ. ഓഹോ, അപ്പൊ അവിടം വരെയായി കാര്യങ്ങൾ. ഞാനറിയാൻ പാടില്ലാത്തതൊക്കെ ആയില്ലേ? ആ ആയിക്കോട്ടെ. അതും പറഞ്ഞ് നമ്മുടെ കലിപ്പഞ്ചക്കൻ കോള് കട്ടാക്കി. റബ്ബേ, ഇനി എന്തൊക്കെയാണോ സംഭവിക്കാൻ പോണേ? ആഷിക കലിപ്പിലായാൽ പിന്നെ എനിക്കാണ് പണി കിട്ടുക. ആള് പാവാ, കുറച്ച് പൊസസീവ്നെസ് ഉണ്ടെന്നേ ഉള്ളൂ. നമുക്കത് വല്ലാത്ത ഇഷ്ടമാണ് താനും. നമ്മളോട് അത്രയ്ക്ക് ഇഷ്ടമുള്ള ഒരാൾ പൊസസീവ്നെസ് കാണിക്കുമ്പോൾ ഒരു പ്രത്യേക രസമാണ്. അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഫീലാണ്. നമ്മളങ്ങനെ കലിപ്പനെ തിരിച്ചു വിളിച്ചു.
എവിടുന്ന്? കോള് കട്ടാക്കുന്നല്ലാതെ അറ്റൻഡ് ചെയ്യുന്ന പോലുമില്ല. വീണ്ടും വിളിച്ചു. അവസാനം ആഷിക്ക് എടുത്തു. എന്താടി? കുന്തം. നമ്മളും വിട്ടുകൊടുത്തില്ല. ഒലക്ക ചിരട്ട. നീ പോടി മരപ്പെട്ടി. ആഹാ, നമ്മൾ മരപ്പെട്ടിന്നോ? ചെക്കന് വെറുതെ വിടാൻ പറ്റുമോ? നീ പോടാ ഈനാമ്പേശി. എടി എടി എടിയേ. എന്തോ? അവൻ എന്താ പറഞ്ഞത് നീ പറയുന്നു അതോ ഞാൻ പറയിപ്പിക്കണോ? അത്രക്കായോ? ഞാൻ പറയില്ല പറയില്ല പറയില്ല. പറയിപ്പിക്കുന്നൊന്ന് കാണണല്ലോ. ഞാൻ വെല്ലുവിളിച്ചു. എന്നാലേ എന്റെ ഫൗസിമോൾ ഒരുങ്ങിന്നോ? ഇക്കുസ് ദാ വരുന്നു കേട്ടോ. വെച്ചിട്ടുണ്ട് കാന്താരി നിനക്ക്. ആശി അതും പറഞ്ഞ് കോള് കട്ടാക്കി. പടച്ചോനെ, നീ ഒരുങ്ങിയിരുന്നോ ഫൗസി? നിനക്കുള്ള ഊണായിട്ട് ആളിപ്പം എത്തും. എനിക്കിത് എന്തിന്റെ കേടായിരുന്നു? വടി കൊടുത്ത് അടി വാങ്ങി. ഇന്ന് അവനെ നോവിച്ചിട്ടേ പോവും. എന്തായാലും വരട്ടെ. ഡോറ് തുറക്കത്തിലുള്ള ആ പട്ടി. നമ്മളങ്ങനെ ഒരു കടുത്ത തീരുമാനം എടുത്തു. മേസ ആലോചിക്കുകയായിരുന്നു. ഹാരി എന്തായാലും പൊന്നി ഈ വിവരം അറിയിച്ചു കാണും. അവൾ വിശ്വസിക്കാം. കാരണം എൻ്റെ സ്വന്തം അനിയത്തിക്കുട്ടിയായിട്ട് ഞാൻ അവൾ ഇന്നും കണ്ടിട്ടുള്ളൂ. ഹാരിക്ക് ഉപ്പയും ബിസിനസ്സൊക്കെ അല്ലേ വലുത്. അതിനിടയ്ക്ക് നമ്മളെ വേണ്ടായിരിക്കും. അല്ലെങ്കിൽ എന്നെ കാണാൻ വന്നാൽ പിന്നെ വിളിച്ചിറക്കി കൊണ്ടുപോകണ്ടേ? അത് ബിസിനസ്സുകാരനായ ഫാമിലിക്ക് കുറച്ചിലാവും. അതുകൊണ്ട് തന്നെയാണ് ഹാരി വരാത്തത്. ഹാരി, ഞാൻ നിന്നെ ഇത്രയും സ്നേഹിച്ചിട്ടും അതിൻ്റെ ഒരു അംശം പോലും നിനക്ക് എന്നോടില്ലേ? എന്തൊക്കെ വാക്കുകളാണ് തന്നത്. എന്ത് പ്രശ്നമുണ്ടെങ്കിലും ഓടി വരും, നിന്നെ കൂട്ടിക്കൊണ്ടുപോകും. എല്ലാം വെറും വാക്കായിരുന്നു. ഇല്ല, ഇനി മെഹസക്ക് ഹാരി ഒരിക്കലും കാണണ്ട. എൻ്റെ സ്വപ്നങ്ങളിൽ പോലും ഉണ്ടാവരുത് ഹാരി. എനിക്ക് ജീവിക്കണം. നിന്റെ മുമ്പിൽ എനിക്ക് ജീവിച്ച് കാണിച്ചു തരണം. എന്നെ സ്നേഹം കാണിച്ച് നീ വഞ്ചിച്ചു. മഹർ ചാർത്താന്ന് വാക്ക് തന്നു. എല്ലാം വെറുതെ. ഇപ്പം ഞാൻ മനസ്സിലാക്കുന്നു. നിന്നെക്കാളൊരു അൻഷുക്ക് എന്നെ സ്നേഹിച്ചിരുന്നു. ഇപ്പോഴും സ്നേഹിക്കുന്നു. അദ്ദേഹത്തെ ഞാൻ പറ്റിക്കായിരുന്നെന്ന് അറിഞ്ഞിട്ട് പോലും എന്നെ നോയിക്കുന്നില്ല. ഇനിയുള്ള കാലം എൻ്റെ മനസ്സിൽ ഒരാളെ ഉണ്ടാവും. അൻഷിഫ്, എൻ്റെ അൻഷുക്ക. നിന്നെ കാണുന്നു പോയിട്ട് നിന്റെ പേര് പോലും എനിക്ക് ഓർക്കണ്ട. മേസയുടെ കണ്ണ് നിറഞ്ഞൊഴുകി. ഞാൻ നേരെയായത് ഇന്നാണ്. ആശുപത്രി വന്നിട്ട് 3 ദിവസമായി. പനി കുറഞ്ഞ സ്വഭാവത്തിലേക്ക് കടന്നു വന്നു. ട്രിപ്പ് കുത്തി ഞരമ്പൊക്കെ നീര് വെച്ചു. ഉള്ള ഇഞ്ചക്ഷൻ മുഴുവൻ എടുത്തിട്ട് അനക്കാൻ വയ്യാത്ത വേദന. ഈ 2 ദിവസം സംഭവിച്ചതൊന്നും ഓർമ്മയില്ല. ഫൈസലിക്ക് അടുത്തുണ്ട്. സമയത്തിന് ആഹാരം കഴിപ്പിക്കുന്നു, ഉറങ്ങാതെ കൂട്ടിരിക്കുന്നു. ഇക്ക തന്നെയാണ്. ഷഹനത്ത ഇത്തയുടെ വീട്ടിലാണല്ലോ. പക്ഷെ എന്തോ തിരിച്ചറിയാൻ കഴിയാത്തൊരു അസ്വസ്ഥതയാണ് മനസ്സിന്. എന്തോ നഷ്ടപ്പെട്ട പോലെ, മറന്ന പോലെ. എന്താണത്? അതെ, മിനിഞ്ഞാന്ന് മേസത്തേനെ വിളിച്ചിരുന്നു. പിന്നെ ഒന്നും ക്ലിയർ ആയിട്ട് ഓർമ്മ വരുന്നില്ല. നിക്കാഹെന്നോ മറ്റോ പറഞ്ഞിരുന്നു. ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ പടച്ചോനെ. അന്ന് ആ പാതി ബോധത്തിൽ കേട്ടൊന്നും ഓർക്കുന്നില്ല. ഇനി ഈ ആശുപത്രിയിൽ നിന്ന് ഇറങ്ങാതെ എങ്ങനെയാണ് കാര്യങ്ങൾ അറിയാം? ഇന്ന് വൈകിട്ട് ഡിസ്ചാർജ് ആവും. വീട്ടിൽ ചെന്നിട്ട് മേസത്താനെ വിളിക്കണം. പൊന്നു തീരുമാനിച്ചു. മേസയെ കണ്ടിട്ട് എത്ര നാളായി പടച്ചോനെ. തിരക്കിനിടയിൽ ഒന്ന് വിളിക്കാനോ മെസ്സേജ് അയക്കാനോ സമയം കിട്ടിയില്ല. അവൾ ഇന്നലെ മുതൽ ട്രൈ ചെയ്യാണ്. പക്ഷേ സ്വിച്ച് ഓഫ്. ഇനി എന്നാണാവും വീട്ടിലേക്ക് മടങ്ങാൻ കഴിയുക? എത്തിയാലുടനെ എൻ്റെ മേസയെ കാണാൻ പോകണം. ഹാരിക്ക് വല്ലാത്ത അസ്വസ്ഥത തോന്നി. പറഞ്ഞ പോലെ ആഷി ഫൗസിയുടെ വീട്ടിൽ വന്നു. മതിലിയാട്ടാണല്ലോ ഇവൻ്റെ മെയിന്. ചെക്കൻ അതൊരു ശീലാക്കിയിട്ടുണ്ട്. ഞാൻ പ്രതീക്ഷിച്ച പോലെ വാതിൽ മുട്ട് കേട്ടു. എടി തോർക്കടി. ആഹാ, തോർക്കില്ലട നാറി, നീ അവിടെ തന്നെ നിൽക്ക്. ഞാൻ പറഞ്ഞു. മര്യാദക്ക് തുറന്നോ ഫൗസി, ഇല്ലെങ്കിൽ നീ എന്തോ ചെയ്യും? ഞാനിവിടുന്ന് ശബ്ദം ഉണ്ടാക്കിയ വീട്ടുകാരുണരും. ഞാൻ മാത്രമല്ല, നീയും നാണം കിടും. നീ എന്നെ വിളിച്ചു വരുത്തിയാണെന്ന് ഞാൻ പറയും. അവിടെ ഒരു കിക്കി. ആഷി പറഞ്ഞു. വാട്ട്? എപ്പോ? മര്യാദക്ക് തുറന്ന മോളൂസേ, ഇക്കാനെ അറിയാലോ. പറഞ്ഞ പോലെ ചെയ്യും. അപ്പൊ എങ്ങനാ? വാതിലിറക്കുന്നോ അതോ ശബ്ദം ഉണ്ടാക്കണോ? വേണ്ട, ഞാൻ തുറക്കാം. ഞാൻ വാതിൽ തുറന്നു. തുറന്നാലും തുറന്നില്ലെങ്കിലും എനിക്ക് തന്നെയാണ് പണി. നീ തീർന്നടി ഫൗസി, തീർന്ന്. ആശി മീശം പിരിച്ച് അകത്ത് കയറി വാതിൽ കുറ്റിയിട്ടു. കിക്കി. എന്തായിരുന്നു അവിടെ ഒരു ചിരി? ഇപ്പൊ ചിരിക്കണ്ടേ നിനക്ക്? ആശി അതും പറഞ്ഞ് നമ്മുടെ അടുത്തേക്ക് വന്നു. ഞാൻ പേടിച്ച് നിൽക്കാണ്. പാവം ഞാൻ. ചിരിക്കടി മോളെ. ആഷിയെ വെല്ലുവിളിച്ചപ്പോൾ ഓർക്കണായിരുന്നു. നിനക്ക് ഞാൻ തരാടി നല്ല ഉഗ്രൻ സദ്യ. ആഷി പറഞ്ഞു. ആഷിക്ക, നിങ്ങൾ പോയേ. എന്നാ എൻ്റെ ഫൗസി കൂടി പറ, എന്താ നമ്മുടെ ഇജാസ് പറഞ്ഞേ? ഓഹോ, അതറിയാനാണോ? നടക്കില്ല മനുഷ്യ. വാശി, അതെൻ്റെ കൂടപ്പിറപ്പാണെന്ന് അറിയാലോ. പറയില്ല. അപ്പൊ നീ പറയില്ല അല്ലേ എന്ന് പറഞ്ഞ് ആഷിക്ക് നമ്മുടെ അടുത്തേക്കും നമ്മൾ പുറകിലേക്കും. അവസാനമായിട്ട് ചോദിക്കുകയാണ്, പറയുന്നോ അതോ? പറയില്ല. ഇല്ല. ഞാനും ഉറപ്പിച്ചു പറഞ്ഞു. ആഹാ, അത്രക്കായോ എന്നും പറഞ്ഞ് ആഷിക്ക് നമ്മളെ വന്ന് ഒറ്റ കെട്ടിപ്പിടി നല്ലപോലെ ഇറുക്കി പിടിച്ചു. എന്നിട്ട് എൻ്റെ പിൻകഴുത്ത് മെല്ലെ ചരിച്ച് അതിരങ്ങൾ കടിച്ചെടുത്തു. എൻ്റെ കീഴ്ചൂണ്ടാത്തേണ്ടി കടിച്ചെടുത്തു. വേദനിച്ചിട്ട് ഞാൻ ആഷിക്കയുടെ മുതുകത്തും കഴുത്തിലൊക്കെ അള്ളുകയും മാതുകയും ചെയ്തു. പക്ഷേ പുള്ളിക്കാരനുണ്ടോ വിടുന്നു. നമ്മളെ ചുണ്ട് പൊട്ടിയൊരു പരുവായപ്പോൾ കൈയെടുത്തു. ഞാൻ കണ്ണാടിയിൽ പോയി നോക്കി. ചുണ്ടിൽ ചോര പൊടിഞ്ഞ് വീർത്തിരിക്കുന്നു. ഞാൻ ദേഷ്യത്തോടെ ആഷിയെ നോക്കി. എന്തു പണിയാ നീ കാണിച്ച്? എന്നോട് വേണമായിരുന്നു ഈ ക്രൂരത. നിന്നോട് പടച്ചോ ചോദിക്കൂടാ നാറി. ചുണ്ട് വേദനിക്കുന്നു. അത്രയ്ക്ക് വേദനിച്ചോടി?
വേദനിച്ചോന്നോ? എൻ്റെ ചുവന്ന ചുണ്ടിന് കോലം കൊണ്ടോ? കടിച്ചു പൊട്ടിച്ചില്ല നീ? അല്ലാ, എന്തൊരു നീറ്റല് ഞാൻ മാറ്റി തരണോ? ആഹാ, ഇനി നീങ്ങുവാ. ദാണ്ടേ ഇജാസിക്കാരൻ്റെ സംസാരം കേട്ടോ, എന്നിട്ട് ഇറങ്ങിപ്പോ. അതല്ലേ നിനക്ക് വേണ്ടത്? അതും പറഞ്ഞ് നമ്മൾ കോൾ റെക്കോർഡർ ഓണാക്കി ഞങ്ങളുടെ സംസാരം ഇട്ടുകൊടുത്തു. തൃപ്തിയായല്ലോ, ഇനിപ്പോ. എൻ്റെ ചുണ്ട് നീ പൊട്ടിച്ചോണ്ട് ഇനി നിനക്ക് ഞാൻ ലിപ്പ് തരില്ല. അങ്ങനെ പറയില്ലടി മോളൂസേ. അങ്ങനെ തന്നെ പറയും, മര്യാദക്ക് പൊക്കോ. അതും പറഞ്ഞ് നമ്മൾ അവനെ റൂമിന് പുറത്താക്കി വാതിൽ കുറ്റിയിട്ടു. എന്നിട്ട് കണ്ണാടിയുടെ മുമ്പിൽ പോയി നോക്കി. പതിയെ ചുണ്ടിൽ തൊട്ടു. ചെറിയ നീറ്റിലുണ്ട്, എന്നാലും ഒരു പുഞ്ചിരി വിടുന്നു. ആ വേദനയ്ക്കും ഒരു പ്രത്യേക സുഖമുണ്ട്. ആഷിക്കാട് ദേഷ്യമൊന്നുമില്ല കേട്ടോ, പാവാണ്. കുറച്ച് തല്ലിപ്പൊളിതരം ഉണ്ടെന്നേ ഉള്ളൂ. എന്നാലും എൻ്റെ ജീവനാ, എൻ്റെ ഇക്കൂസിനെ. ചെക്കൻ പോയെന്ന് കരുതി നമ്മൾ വാതിലോട് നോക്കിയപ്പോൾ ആള് ദേ നിൽക്കുന്നു. നമ്മളെ കണ്ട് ഒരു ഓഞ്ഞ പുഞ്ചിരി. നിങ്ങൾ ഇതുവരെ പോയില്ല ഇക്കൂസേ? എന്താടി ദുഷ്ടേ, കണ്ണണ്ടൂടെ? നല്ല മഴയാ. ഈ പരുവത്തിൽ സൺഷെയ്ഡിൽ കൂടി ഇറങ്ങിയ തെന്നി വീഴും. ഓഹോ, വന്നപ്പോൾ ഒന്നും ഓർത്തില്ലല്ലോ. അതിന് വന്നപ്പോൾ മഴയില്ലായിരുന്നല്ലോ, ഇപ്പോഴല്ലേ മഴ വന്ന്. പിന്നെന്താ? പിന്നെ എൻ്റെ ഫൗസിക്കുട്ടി ഇങ്ങനെ പിണങ്ങിയിരിക്കുമ്പോൾ ഞാനിങ്ങനെയാ പോവാ. എന്നാൽ അകത്തേക്ക് വാ, ഇവിടുന്ന് മഞ്ഞുള്ളണ്ട, പനി പിടിക്കും, മഴ മാറിയിട്ട് പോവാം എന്ന് പറഞ്ഞ് ഞാൻ ദയോടെ ആഷിക്കായി അകത്തേക്ക് നിർത്തി. അല്ല ഫൗസിക്കുട്ടി, ഈ കൂസ് കടിച്ചത് നന്നായിട്ട് വേദനിച്ചോ? വേദനിച്ചു. ശരിക്കും? ആ, ശരിക്കും വേദനിച്ചു. എന്നാ ഞാൻ ആ വേദന മാറ്റി തരട്ടെ. എങ്ങനെ? അതൊക്കെ ഉണ്ടെന്നേ. ആഷി അടുത്തു വന്ന് പതിയെ കുനിഞ്ഞ് എൻ്റെ അതരങ്ങളിൽ ചുംബിച്ചു. ആ സമയം എല്ലാ വേദനയും ഞാൻ മറന്ന് മെല്ലെ ആ നെഞ്ചിൽ ഞാൻ തലചായ്ച്ചു. ആഷിക്ക് എന്നെ ചേർത്ത് പിടിച്ചു. ഇപ്പം മാറിയോ എൻ്റെ ഫൗസിക്കുട്ടിയുടെ വേദന? മാറിയില്ലേ കൂസേ? ഇപ്പം എന്നോട് ദേഷ്യമുണ്ടോ? ഇല്ലല്ലോ. പിണക്കോ? അതുമില്ല. അങ്ങനെ സംസാരിച്ചിരുന്നു. മഴ തോരുന്ന ലക്ഷണമല്ല. സമയം 10:30. എനിക്ക് ഉറക്കം വരാൻ തുടങ്ങി. ഇനി എങ്ങനെ ഈ കൂസേ പോവാ? അറിയില്ല, എനിക്ക് നല്ല ഉറക്കം വരുന്നുണ്ടടി. എനിക്കും. ഇനിയൊന്നും മഴ തോരും തോന്നില്ല. അതുകൊണ്ട് എന്താ? ഇന്നിവിടെ കിടക്കാം. വാട്ട്? എന്ത് വാട്ട്? ഞാനിന്നിവിടെ കിടക്കുന്നു. ഇനി ഒന്നും പറയണ്ട, എനിക്ക് ഉറക്കം വരുന്നു. എന്നാ നിങ്ങൾ താഴെ കിടക്ക്, ഞാൻ പറഞ്ഞു. എന്താ? നടന്നു തന്നെ. നമ്മൾ രണ്ടാളും ബെഡിൽ കിടക്കും. എനിക്ക് നിന്നെ ഇച്ചിരി വിശ്വാസക്കുറവുണ്ട്. ഓഹോ, എങ്കിൽ ഞാൻ പോവാം എന്ന് പറഞ്ഞ് കലിപ്പൻ പുറത്തിറങ്ങി. മൂക്കിൻ തുമ്പത്താ ശുണ്ടി. അയ്യോ, എൻ്റെ കലിപ്പ, ഞാൻ വെറുതെ പറഞ്ഞതാ. നിങ്ങൾ വാ. നമ്മളൊരുവിധം പറഞ്ഞ് സെറ്റാക്കി. എന്നാലേ വൺ കണ്ടീഷൻ, രണ്ടാക്കും ബെഡിൽ കിടക്കാം. ബട്ട് നീ ഡിസ്റ്റൻസ് ഇട്ട് കിടക്കണം. ഡൺ. ആശയം സമ്മതിച്ചു. നമ്മൾ രണ്ടാളും അങ്ങനെ അകന്നു കിടന്നു. രാത്രിയുടെ ഏതോ യാമങ്ങളിൽ കുളിരനുഭവപ്പെട്ടപ്പോൾ രണ്ടാളും കാന്തം പോലെ ഒട്ടി ഇറുകെ കെട്ടിപ്പിടിച്ചുറങ്ങി. രാവിലെയായി. ആഷി കണ്ണു തുറന്നപ്പോൾ ഒരു പൂച്ചക്കുട്ടിയെ പോലെ തൻ്റെ നെഞ്ചിൽ തലയച്ചുറങ്ങുന്ന ഫൗസിയാണ് കണ്ടത്. അവൻ മെല്ലെ അവളുടെ മുഖത്ത് പാറി വീണ മുടിയിഴകൾ ഒതുക്കി ആ നിഷ്കളങ്കതയാർന്ന മുഖം നോക്കിയിരുന്നു. അല്ലെങ്കിലും നമ്മൾ ഒരുപാട് ഇഷ്ടമുള്ളവർ ഉറങ്ങുന്ന കാണാൻ നല്ല ക്യൂട്ടാ അല്ലേ? ഫൗസി കണ്ണു തുറന്നപ്പോൾ തന്നെ നോക്കിയിരിക്കുന്ന മനോഹരമായ കണ്ണുകളാണ് കണ്ടത്. ആഷിയും ഞാനും കണ്ണോട് കണ്ണ് നോക്കിയിരുന്നു. പെട്ടെന്ന് ഞാൻ ചാടി എഴുന്നേറ്റ് ശരീരത്തിൽ നോക്കി. ഹാവു, എല്ലാം അങ്ങനെ തന്നെയുണ്ട്, ഒന്നും സംഭവിച്ചിട്ടില്ല. എന്താടി ഒരു നോട്ടം? അവ പേടിയുണ്ടല്ലേ? ഒന്നും സംഭവിച്ചിട്ടില്ല, ഏടിക്കണല്ലേ പെണ്ണെ എന്ന് ആഷി പറഞ്ഞപ്പോൾ അവനോട് ചേർന്നിരുന്നു. പെട്ടെന്ന് ഡോറിലാരോ കൊട്ടി. ഇതാ എന്തൊരു ഉറക്ക ഇത്, തുറന്നേ. ഫെമിനിയാണ്, +1 പഠിക്കുന്ന എൻ്റെ ഒരേ ഒരു അനിയത്തി. അവളാണ് കിടന്ന് വിളിച്ചു പോകുന്നത്. ഞാൻ ക്ലോക്കിൽ നോക്കി. സമയം 9 മണി. പടച്ചോനെ. ആഷിയാണെങ്കിൽ വാതിലോർക്കാൻ പോകുന്നു. നിങ്ങളിത് എങ്ങോട്ടാ മനുഷ്യ? വാതിലോർക്കാൻ? എടാ പൊട്ട, ലെവലൊന്നുമില്ലേ? ഇതെന്റെ വീടാ. ആ ശരിയാണല്ലോ. ഞാൻ പെട്ടെന്നുള്ള ആവേശത്തിൽ വേഗം പോ. അല്ല, എല്ലാരും കാണില്ലേ? എന്നാ ബാത്റൂമിൽ കയറിക്കോ എന്ന് പറഞ്ഞ് ഓനെ നമ്മൾ അങ്ങോട്ടേക്ക് തള്ളിവിട്ടു. വാതിൽ പാതി ഉറന്ന് തല പുറത്തിട്ടു. എന്താടി? ഒന്നുമില്ല, ഇത്താനെ വിളിക്കാനും ഉമ്മ പറഞ്ഞു. ആ, ഞാൻ വന്നോളാം, നീ പൊക്കോ. അവളെന്നെ സംശയരൂപേണ നോക്കി. അല്ല, ഇത്താടെ ചുണ്ട് വീർത്തിരിക്കാണല്ലോ ഫെമി ചോദിച്ചു. അത് പിന്നെ ചൂടിൻ്റെയാ, ഞാൻ വിക്കി പറഞ്ഞു. അതിനിപ്പോൾ തണുപ്പല്ലേ? ആണോ? എങ്കിൽ തണുപ്പിൻ്റെ ആയിരിക്കും. എന്നാലും നിനക്ക് എന്താടി ഫെമി, എന്തൊക്കെ അറിയണം? ഓള് പോയി, ഞാൻ വന്നോളാം എന്ന് പറഞ്ഞ് നമ്മളവളെ പറയാൻ സമ്മതിക്കാതെ വാതിലടച്ചു. ഇക്കുസേ, അവള് പോയി. അല്ല, നിങ്ങളിനി എങ്ങനെ പോവാ? എനിക്കറിയില്ല. ആഷി കൈമലർത്തി. എന്നാൽ അവിടെ തന്നെ നിന്നോ, ഞാൻ നോക്കിയിട്ട് വരാം. നേരെ പോകാൻ നല്ല വഴിയുണ്ടോന്ന്. ഞാൻ റൂമടച്ച് എല്ലാവരെയും നിരീക്ഷിച്ചു. ഉമ്മ അടുക്കളയിലാണ്. ഫെമി കുളിക്കാൻ കയറി. ഉപ്പ പുറത്തുപോയി. ആഷി വിളിച്ച് പതിയെ നമ്മൾ റൂമിന് പുറത്തിറങ്ങി സ്റ്റെയർ കേസ് കടന്ന് സിറ്റ് ഔട്ടിലെത്തി. എല്ലാം ശുഭം. എന്നാ പൊക്കോ, ടാറ്റ. ആ ബൈ.
ഓനെ പറഞ്ഞു വിട്ടപ്പോഴാണ് ആശ്വാസമായത്. തിരികെ മുറിയിലെത്തിയപ്പോൾ എന്തോന്ന് നഷ്ടമായ പോലെ. ബെഡ്ഷീറ്റിലും തലയിണിലൊക്കെ ഒരു പ്രത്യേക വാസന. ആഷിക്കാർത്. മേസ മുറിയിൽ നിൽക്കുമ്പോഴാണ് അൻഷിഫ് വന്നത്. മേസ, അറിയാലോ വ്യാഴാഴ്ചയിൽ മറ്റേ ഫംഗ്ഷൻ നടത്താനിരിക്കുന്നത്. അപ്പോൾ നിന്റെ ഫ്രണ്ട്സിനെ ആരെയും ക്ഷണിക്കാനുണ്ടെങ്കിൽ ക്ഷണിച്ചോ. പിന്നെ റെഡിയായി നിന്നു കേട്ടോ, വൈകിട്ടൊന്ന് പുറത്തു പോകണം. എന്തിന്? തനിക്ക് ഫംഗ്ഷന് വേണ്ടി ഡ്രസ്സ് എടുക്കാൻ. അതൊക്കെ ധാരാളം ഉണ്ടല്ലോ ഇക്ക. അതൊന്നും വേണ്ട, എൻ്റെ മേഴ്സക്ക് ഞാൻ എടുത്തുതരും. അതിട്ട് വന്നാൽ മതി എൻ്റെ പെണ്ണ്. അതിന് മറുപടിയായി ഞാനൊന്ന് പുഞ്ചിരിച്ചു. അവൻ മറക്കണ്ട, വൈകിട്ട് റെഡിയായി നിൽക്കട്ടോ. ആ. അവൻ പുറത്തേക്ക് പോയി. ഞാൻ ആരെ വിളിക്കാനാ? ഫൗസി വിളിക്കാം. മറ്റാർക്കും എന്നെ വിളിക്കാൻ കഴിയില്ല. കാരണം ഫിറോസിക്ക് ഫോൺ വാങ്ങിയെന്ന് ഇക്ക എൻ്റെ പഴയ സിം മാറ്റി. ഇപ്പോൾ പുതിയതാണ്. എൻ്റെ കയ്യിൽ ആകെയുള്ളത് ഫൗസിയുടെ നമ്പറാണ്. പിന്നെ ഹാരിയുടെയും പൊന്നുവിൻ്റെയും മനസ്സിലുണ്ട്. അവർ വിളിക്കില്ലെന്ന് മാത്രം. ഫൗസിയുടെ നമ്പർ ഡയൽ ചെയ്തു. കുറച്ച് സമയത്തിനുള്ളിൽ അറ്റൻഡ് ചെയ്തു. ഹലോ, ഇതാരാ? ഫൗസിയുടെ ചോദ്യം. എടി ഞാനടി പൊട്ടി. അതേതാ? ഞാനറിയാത്തൊരു ഞാൻ. പേര് പറയണോ? മേസ. അല്ലാ, മേസക്കുട്ടിയോ? എവിടെയായിരുന്നു? ഒരനക്കുമല്ലോ. അല്ല, ഇതേതാ പുതിയ നമ്പര്? നീ എന്തൊന്നും മിണ്ടാത്ത്? അവിടെ കലവിലെ തുടങ്ങി. എൻ്റെ പെണ്ണെ, പറയാനൊരു ഗ്യാപ്പ് താടി. ഓ സോറിടി, പറഞ്ഞോ. മറ്റേ സിം മാറ്റിയടി, ഇത് പുതിയതാ. ആഹാ, പിന്നെന്താടി വിശേഷം? സുഖാണോ? നല്ല വിശേഷമല്ലേടി, എൻ്റെ നിക്കാഹ് കഴിഞ്ഞു. നിക്കാഹോ? പോടി തമാശ പറയാതെ. ഇടി ഫൗസി, തമാശയല്ല, ശരിക്കും കഴിഞ്ഞു. എൻ്റെ അൻഷുക്കിടി നിക്കാഹ്. ഞാനറിയാതെ അവരെല്ലാം തീരുമാനിക്കായിരുന്നടി. ഞാനും ഹാരിയും തമ്മിലുള്ളതെല്ലാം അവരറിഞ്ഞു. 2 ദിവസത്തിനുള്ളിൽ നിക്കാഹും നടത്തി. എടി, എനിക്ക് വിശ്വസിക്കാൻ വയ്യടി. ഹാരി അവനെല്ലാം അറിഞ്ഞോ? ഇല്ല, അവനൊന്നും അറിയില്ല. ഞാൻ വിളിച്ചിട്ട് എടുത്തു പോലുമില്ല. അവൻ അറിഞ്ഞു കാണും, മനഃപൂർവ്വം വരാത്ത. അതിൻ്റെ ആവശ്യം എന്താടി? അവൻ നിന്നെ ഒരുപാട് സ്നേഹിച്ചിരുന്നല്ലേ? അതൊന്നും എനിക്കറിയില്ല ഫൗസി. എന്നോട് അതിനെക്കുറിച്ച് ഞാൻ ചോദിക്കരുത്. ഞാനത് ഓർക്കാൻ കൂടി ഇഷ്ടപ്പെടുന്നില്ല. ഇനി നിന്നെ വേദനിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല മേസ. നീ അത് വിട്ടേക്ക്. നിനക്ക് വിധിച്ച അൻഷിഫായിരുന്നു. ഇനിയുള്ള കാലം അവൻ്റെ കൂടെ സന്തോഷമായിട്ട് ജീവിച്ചോ. ഫൗസി, വ്യാഴാഴ്ച ഒരു ഫംഗ്ഷൻ നടത്തുന്നുണ്ട് വൈകിട്ട്. നീ ആശയം വരണേ. ആ, തീർച്ചയായിട്ടും വരാടി. പിന്നെന്തൊക്കെയാ നിനക്ക് സുഖമല്ലേ? സുഖം, അങ്ങനെയൊക്കെ അങ്ങ് പോകുന്നു. അല്ല, നീ ഇനി കോളേജിൽ വരില്ലേ? ഇല്ല, ഒരിക്കലും അങ്ങോട്ടേക്ക് ഞാനില്ല. ഹാരിയോടൊപ്പം നടന്ന ആ വരാന്തയിൽ ഇനിയും വരാനേക്ക് കഴിയില്ല. ഒരുപക്ഷെ വന്നാൽ തന്നെ എൻ്റെ സ്വസ്ഥത നഷ്ടപ്പെടും. മേസ, സാറില്ലടി, നീ വിഷമിക്കണ്ട. സമയമുണ്ടല്ലോ, എല്ലാം ശരിയാവും. ആ, ഞാൻ പിന്നെ വിളിക്കടി ഫൗസി. ബൈ. ഫൗസി ആഷിയെ വിളിച്ച് മേസയുടെ നിക്കാഹ് കഴിഞ്ഞ കാര്യം അറിയിച്ചു. അവനൊരു ഞെട്ടലായിരുന്നു. ആഷി ഹാരിയെ വിളിച്ചു. ഹലോ. ആ, പറയടാ ആഷി. ഡാ, നീ നാട്ടിലേക്ക് വരാറായോ? അതേടാ, ഞാനിപ്പോൾ വരുന്ന വഴിക്കാ. ഉപ്പാക്ക് എന്നെ കൊണ്ടുള്ള ആവശ്യം കഴിഞ്ഞടാ, അതുകൊണ്ട് ഞാനിങ്ങ് മടങ്ങി. നീ എപ്പോൾ എത്തും? നാളെ രാവിലെയൊക്കെ ആകുമ്പോൾ. എന്താ കാര്യം? ഡാ, അത് ഒരു കാര്യം ഉണ്ടായിരുന്നു. എന്താടാ? എന്താ? നീ കാര്യം പറ. ഡാ, നീ നെർവസ് ആവരുത്, അല്ലെങ്കിൽ നീ വന്നിട്ട് പറയാം. ആഷി പറഞ്ഞു. വേണ്ട, ഇപ്പോൾ പറയണം. എനിക്കിപ്പോൾ കേൾക്കണം. ഹാരിക്ക് വാശി. ഹാരി, അത് മേസയുടെ നിക്കാഹ് കഴിഞ്ഞടാ. എന്താ? ഹാരിക്ക് കേട്ട് വിശ്വസിക്കാനായില്ല. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.